അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈ കാര്യം? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് മൂന്നാണ്. ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ, മറ്റൊന്ന് നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, മറ്റൊന്ന് നമ്മൾ ചെയ്ത അമൽ. നമ്മൾ കഷ്ടപ്പെട്ട മുതലുണ്ടല്ലോ, ഈ മുതലൊരിക്കലും നമ്മൾക്ക് ഈ ഭൂമിയിലല്ലാതെ ഒരു ഉപകാരം ചെയ്യില്ല. ഖബർ വരെ പോലും വരില്ല, അത് വീട്ടിലൊതുങ്ങും. നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ ഖബർ വരെ വരും, ഖബറിൽ അങ്ങോട്ട് വരില്ല. എന്നാൽ നമ്മൾക്ക് ദുനിയാവിലും ഖബറിലും നാളെ ആഖിറത്തിലും സ്വർഗപ്രവേശനം ഉപകരിക്കുന്നൊന്നുണ്ട് കേട്ടോ, നമ്മൾ ചെയ്ത സാലിഹായ അമലുകൾ. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ നമുക്ക് ഉപകരിക്കാതെ പോവുകയും നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തിയ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കാതെ പോവുകയും ഉപകരിക്കില്ല കേട്ടോ. ഇല്ലാമ അംഫഖ്തഹു ഫീ സബീലില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചല്ലാത്ത ഒന്നും നിനക്ക് ഉപകരിക്കില്ല. നിന്റെ മുതൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി സ്വാലിഹ്യങ്ങളായി നീ മതബോധമുള്ളവരായി വളർത്തിയ സ്വാലിഹായ മക്കളല്ലാതെ നിനക്ക് ഉപകരിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ, മരിച്ചു പോയാൽ 3 കാര്യങ്ങളെ ബാക്കിയാവും. ഒന്ന് സദക്ക, ജാരിയായ സദക്ക, മറ്റൊന്ന് ചെയ്ത അമലുകൾ, മറ്റൊന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനങ്ങൾ. ഈ സന്ദർഭം നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട സമയമാണ്. മദ്രസ തുറക്കുന്നു, അറബി കോളേജ് തുറക്കുന്നു, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട്, അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അറിയിപ്പുകൾ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കള്ളും കഞ്ചാവും മയക്കുമരുന്നുകളും നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടെയെല്ലാം ദീനീ ബോധമില്ലാത്ത മുസ്ലിം നാമധാരികളെ പിടിക്കപ്പെടുമ്പോൾ, നമ്മുടെ മക്കളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ബോധമുള്ളവരാക്കി മാറ്റലല്ലാതെ മറ്റൊരു വഴിയും അതിനില്ല. അതിനാണ് നമ്മുടെ പള്ളിയോരങ്ങളിൽ കാണുന്ന മദ്രസകളെ നമ്മൾ നിസ്സാരമായി കാണുന്നത് പറഞ്ഞത്. നമ്മൾ ഖുർആൻ പഠിച്ചത്, നമ്മൾ നിസ്കാരം പഠിച്ചത്, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് പഠിച്ചത്, സമൂഹത്തോടെ ബാധ്യതകൾ പഠിച്ചത്, ഇതെല്ലാം തിന്മകൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയത് നമ്മുടെ പള്ളിയോരത്ത് കാണുന്ന ആ മദ്രസയിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ മക്കൾ വകതിരിവോടുകൂടി തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ മദ്രസയിൽ പഠിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് 5ാം ക്ലാസ് കഴിയുമ്പോൾ പഠനം നിർത്തിപ്പോകുന്ന ദയനീയ അവസ്ഥയാണ്. മദ്രസകൾ +2 വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അറബി കോളേജുകൾ, മതഭൗതിക വിദ്യാഭ്യാസം, സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫ്രീ ആയി വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുമ്പോൾ പോലും നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞേക്കാൻ നമ്മൾ ഈ സമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സമയമാണ്. ശ്രദ്ധിക്കുക സഹോദരങ്ങൾ, നമുക്ക് ഖബറിൽ കിടന്നുറങ്ങാൻ സ്വസ്ഥമായിട്ട്, നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കളുണ്ടാവാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഖബർ ജീവിതം വളരെ ദയനീയമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.